ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുട്ബോളിൽ ഡെർബി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു രണ്ട് കട്ടക്ക് നിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരത്തെയോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് റൈവൽറി കീപ്പ് ചെയ്യുന്ന രണ്ട് ടീമുകൾ തമ്മിലുള്ള മത്സരത്തെയാണ് പൊതുവെ ഫുട്ബോളിൽ ഡെർബി എന്ന് നമ്മൾ വിളിക്കുന്നത്. നോർത്ത് ലണ്ടൻ ഡെർബി എന്ന് പറയുന്ന ഈ പേരിന് യാതൊരു നീതിയും പുലർത്താത്ത രീതിയിലാണ് ടോട്ടൻഹാമും ആഴ്സണലും തമ്മിലുള്ള പ്രീമിയർ ലീഗ് മത്സരം ഞായറാഴ്ച അവസാനിച്ചത്. ടോട്ടൻഹാമിന്റെ സ്വന്തം ഗ്രൗണ്ടായ വൈറ്റ് ഹാർട്ട് ലൈനിൽ 4-1 എന്നുള്ള സ്കോറിനാണ് ടോട്ടൻഹാം ആഴ്സണലിനോട് തകർന്നടിയുന്നത്. ഈ സീസണിലെ ഏറ്റവും മോശം ഫോമിൽ കടന്നു പോകുന്ന ഒരു ടീമാണ് ടോട്ടൻഹാം. പേപ്പറിൽ ടോട്ടൻഹാം നല്ല ടീമാണ്, എല്ലാ പൊസിഷനിലും അത്യാവശ്യം നല്ല പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമാണ് ടോട്ടൻഹാം. ഈ സീസണിൽ വളരെ മോശം ഫോമിലൂടെയാണ് ടോട്ടൻഹാം പോകുന്നത്. എന്നാലും നോർത്ത് ലണ്ടൻ ഡെർബി പോലുള്ളൊരു മത്സരത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ ഇതുപോലെ ദയനീയമായ ഒരു പ്രകടനം പുറത്തെടുക്കുക എന്നുള്ളത് ടോട്ടൻഹാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമാണ്. കഴിഞ്ഞ മത്സരത്തിൽ വോൾസനോട് സമനില പിടിച്ച ആഴ്സണൽ ഏറെ വിമർശനങ്ങൾ ഏറ്റിരുന്നു. കാരണം അവരുടെ കിരീട പ്രതീക്ഷകൾക്ക് വളരെ വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു ആ മത്സരത്തിന്റെ റിസൾട്ട് വന്നത്. ആഴ്സണൽ വീണ്ടും കിരീടം ബോട്ടിൽ ചെയ്യും എന്നുള്ള വിമർശനങ്ങളും ട്രോളുകളും സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞതുകൊണ്ട് ആഴ്സണലിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു മത്സരത്തിൽ. പക്ഷെ ടോട്ടൻഹാമിനെതിരെയുള്ള മത്സരത്തിൽ ഇറങ്ങിയതോടെ ആഴ്സണൽ ഈ മത്സരം ജയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലാണ് ആഴ്സണൽ കളി തുടങ്ങുന്നത്. ടോട്ടൻഹാമിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നിട്ട് പോലും ആഴ്സണൽ തുടക്കത്തിലെ ആക്രമിച്ചാണ് കളിച്ചത്. ആക്രമിച്ച് കളിച്ചതിന്റെ റിസൾട്ട് 32-ാം മിനിറ്റിൽ വന്നു. എബ്രിയസയിലൂടെ ആഴ്സണൽ ലീഡെടുത്തു. 32-ാം മിനിറ്റിൽ എബ്രിയസയിലൂടെ ആഴ്സണൽ ലീഡ് എടുത്ത് 2 മിനിറ്റുകൾക്കകം ടോട്ടൻഹാം ഗോൾ തിരിച്ചടിച്ചു. ഇപ്പം ടോട്ടൻഹാം ഗോൾ തിരിച്ചടിച്ചു എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ടോട്ടൻഹാമിന്റെ മികവ് കൊണ്ടാണെന്ന്. ഒരിക്കലും അത് ടോട്ടൻഹാമിന്റെ ഒരു മികവായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഡിക്ലാൻ റൈസിന്റെ ഒരു പിഴവിൽ നിന്നാണ് ടോട്ടൻഹാം ആ ഗോൾ നേടുന്നത്. ബോക്സിന് തൊട്ട് പുറത്ത് വെച്ച് ഡിക്ലാൻ റൈസ് ഒന്ന് പന്ത് ഡ്രിബിൾ ചെയ്ത് തന്റെ വരുതിയിലാക്കാനുള്ള ശ്രമത്തിനിടെ കൊളമുവാനി ട്രാക്ക് ബാക്ക് ചെയ്യുമ്പോഴാണ് ആ പന്ത് മുവാനിക്ക് കിട്ടുന്നത്. മുവാനി കിട്ടിയ ഉടനെ ബോക്സിനെ തൊട്ടടുത്തായതുകൊണ്ട് ബോക്സിലേക്ക് ഓടിക്കയറി തൊടുത്ത ഷോട്ട് ഡേവിഡ് റായക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഗോളായി. 1-1. ഒരു ഗോള് 2 മിനിറ്റിനകം ഒരു ഗോള് തിരിച്ചടിച്ചപ്പം എല്ലാവരും, കളി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ടോട്ടൻഹാം മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. നമ്മൾ ടി വിയിലൊക്കെ കളി കാണുന്ന നമ്മളും അതുപോലെ ടോട്ടൻഹാം ഫാൻസും എന്തായാലും മത്സരത്തിലേക്ക് ടീം തിരിച്ചു വരുമെന്നുള്ള വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും പിന്നീടുള്ള ബാക്കി മിനിറ്റുകൾ കാണാനിരുന്നത്. എന്നാൽ ടോട്ടൻഹാം ഫാൻസിനെയും മറ്റു ഫുട്ബോൾ പ്രേമികളെയും എല്ലാവരെയും നിരാശരാക്കിക്കൊണ്ടാണ് ടോട്ടൻഹാമിന്റെ പിന്നീട് അങ്ങോട്ടുള്ള മത്സരം പോകുന്നത്. ഫസ്റ്റ് ഹാഫ് 1-1 അവസാനിച്ചെങ്കിലും സെക്കൻഡ് ഹാഫിലും ടോട്ടൻഹാമിന്റെ ഡിഫൻസ് വളരെ വളരെ മോശം എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ റിലഗേഷൻ സോണിൽ നിൽക്കുന്ന വോൾസിനും ബേൺലിയുടെ ഡിഫൻസ് ഒക്കെ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. ആദ്യത്തെ ഗോളും ബ്രേസയുടെ ആദ്യത്തെ ഗോളിനും വഴിമഴിഞ്ഞിരുന്നത് പെപ്പെ മെറ്റസാറിന്റെ ഒരു പിഴവിൽ നിന്നാണ്. അപ്പം ടോട്ടൻഹാമിന്റെ ഡിഫൻസിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വളരെ മോശം ഡിഫൻസ് ആണ്. രണ്ടാമത്തെ ഗോൾ, യോക്രസിന്റെ രണ്ടാമത്തെ ഗോളിനും വഴി വെച്ചത് ടോട്ടൻഹാം ഡിഫൻസിന്റെ ഒരു ഫോൾട്ടാണ്. അപ്പം ആ ഒരു ഫോൾട്ട് യോക്രസിന് കൃത്യമായി ഷോട്ട് എടുക്കാൻ നല്ല സമയമെടുത്ത് കൃത്യമായി ഷോട്ട് എടുക്കാൻ ഒരു ബ്ലോക്കിൽ ഒരു ഓപ്പൺ സ്പേസിൽ നിന്നാണ്, അത്രയ്ക്കും ഓപ്പൺ പോസ്റ്റിൽ നിന്നാണ് യോക്രസ് ഗോൾ സ്കോർ ചെയ്യുന്നത്. നല്ലൊരു പവർഫുൾ ഷോട്ടിലൂടെ 2-1 47-ാം മിനിറ്റില്, സെക്കൻഡ് ഹാഫ് തുടങ്ങി 2 മിനിറ്റിനകം ആഴ്സണൽ ലീഡ് എടുത്തു. അതോടെ ടോട്ടൻഹാം മത്സരത്തിൽ നിന്ന് ഇല്ലാതെയായി. പിന്നീട് ആഴ്സണൽ തുടർച്ചയായ അറ്റാക്ക് വരുന്നു. 67-ാം മിനിറ്റ് ആയപ്പോൾ എബ്രിയസെ വീണ്ടും ഒരു ഗോളും കൂടെ അടിച്ച് ആഴ്സണൽ ഈ മത്സരം അവസാനിപ്പിക്കാം 3 പോയിന്റ് ആയിട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു ആഴ്സണൽ. ടോട്ടൻഹാമിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ടോട്ടൻഹാം വളരെ മോശം പ്രകടനം തന്നെയായിരുന്നു. അവരുടെ ഡിഫൻസ് വളരെ മോശമായിരുന്നു. തോമസ് ഫ്രാങ്കിന് ശേഷം തോമസ് ഫ്രാങ്കിനെ സാക്ക് ചെയ്ത് പുതിയ കോച്ച് വന്നിട്ടും പ്രത്യേകിച്ച് ടോട്ടൻഹാമിന്റെ മത്സരത്തിൽ പ്രത്യേകിച്ച് ഒരു ഗുണവും കാണുന്നില്ല. ഇനിയുള്ള മത്സരങ്ങളിൽ ഒറ്റ മത്സരം കൊണ്ട് നമുക്കൊരു കോച്ചിനെ ഒരു ടീമിനെ വിലയിരുത്താൻ പറ്റില്ല. അപ്പം ഈ പുതിയൊരു കോച്ച് വന്നതിന് ശേഷം ഉള്ള മാറ്റങ്ങൾ ടോട്ടൻഹാമിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ കളി അവസാനിക്കാൻ ലാസ്റ്റ് കളിയുടെ അവസാന ഘട്ടത്തിലാണ് യോക്രസിന്റെ ഒരു ഗോൾ കൂടെ വരുന്നത്.
4-1 എന്നുള്ള സ്കോറിന് ആഴ്സണൽ കഴിഞ്ഞ മത്സരത്തിൽ വോൾസിനോട് സമനില വഴങ്ങിയതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ മത്സരത്തിൽ ടോട്ടൻഹാമിനെ പോലെ നല്ലൊരു ടീമിനെ തോൽപ്പിച്ചത്, അതും ലണ്ടൻ ഡെർബി, നോർത്ത് ലണ്ടൻ ഡെർബിയില് ബദ്ധവൈരികളായ ടോട്ടൻഹാമിനെ തോൽപ്പിച്ച് ആഴ്സണൽ ആ ഒരു ക്ഷീണം അങ്ങ് തീർത്തിട്ടുണ്ട്. പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയേക്കാൾ 5 പോയിന്റിന്റെ ലീഡാണ് ഈ ഒറ്റ മത്സരത്തോടെ ആഴ്സണൽ കരസ്ഥമാക്കിയത്. അപ്പം ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഗെയിം പുറകിലാണെങ്കിലും ആഴ്സണൽ ഒരു ഗെയിം കൂടുതൽ കളിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാല് ആഴ്സണലിന് മുൻതൂക്കം നൽകുന്നുണ്ട് ഈ റിസൾട്ട്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സമനില പിടിച്ച് ഏറെ വിമർശനങ്ങളും ഏറ്റ് മാനസികമായി ആഴ്സണലിന് ഒരു ബ്രേക്ക് കിട്ടിയതാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പം തുടർന്നുള്ള മത്സരങ്ങൾ പ്രീമിയർ ലീഗിന്റെ ലാസ്റ്റ് ഇനി 10 മത്സരങ്ങളാണുള്ളത്. ആഴ്സണൽ 28 മത്സരങ്ങൾ കളിച്ചത്, ബാക്കിയുള്ള ടീമുകളെല്ലാം 27 മത്സരങ്ങളാണുള്ളത് കളിച്ചിട്ടുള്ളത്. അപ്പം ഇനിയുള്ള അടുത്ത വരുന്ന 10-11 മത്സരങ്ങളിൽ പ്രീമിയർ ലീഗിന്റെ കിരീട പോരാട്ടം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോവുകയാണ് എന്നും കൂടെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആഴ്സണലും സിറ്റിയും തന്നെയാണ് മത്സരം. ഇവർ തമ്മിലുള്ള മത്സരം ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ വളരെ നിർണായകമാണ്. ഓരോ ടീമിനും ഓരോ പോയിന്റും ഡ്രോപ്പ് ചെയ്യുന്നതിന് കനത്ത വില നൽകേണ്ടി വരും. അടുത്ത ഏപ്രിൽ മാസത്തിൽ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള മത്സരത്തോടെ നമുക്ക് ഏതാണ്ട് ചിത്രം വ്യക്തമാവും. ആ മത്സരത്തിൽ ആർക്ക് ജയിക്കാനാവും അവരായിരിക്കും മിക്കവാറും ഈ സീസണിലെ കിരീടം ഉയർത്തുക. അപ്പം സിറ്റിയും നല്ല ഫോമിലാണ്. സിറ്റി ന്യൂകാസലിനെ 2-1 തോൽപ്പിച്ച് സിറ്റി നല്ല ഫോമിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ആഴ്സണൽ ഇടയ്ക്ക് വന്ന ഒരു ഫോം ഔട്ട് പ്രശ്നം അല്ലെങ്കിൽ ഒരു സമനില നേടി ടീമിൽ പിന്നോട്ടാവുമോ എന്നുള്ളൊരു ആഴ്സണൽ ആരാധകരുടെ ആശങ്ക ടോട്ടൻഹാമിനെതിരെ മത്സരത്തോടെ അവിടെ തീർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫോട്ടോ ഫിനിഷിങ്ങിലേക്കാണ് പ്രീമിയർ ലീഗ് പോകുന്നത്. കൂടുതൽ അടുത്ത മത്സരങ്ങളിൽ ആവേശകരമായ മത്സരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അടുത്ത മത്സരങ്ങളിലൊക്കെ പുതിയ റിവ്യൂകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.